ഈ അക്ഷരം എന്താ? ഷ. മലയാളത്തിലെ ഷ അല്ല കേട്ടോ. ഷീനിന്റെ മഹ്റജ് പഠിക്കണം നമ്മൾ. അക്ഷരങ്ങൾ എവിടുന്നാ വരണ്ടേന്ന്. അത് നാവിന്റെ മധ്യത്തിൽ നിന്നാ വരുന്നത്. എന്നാ ഓർത്തിരുന്നാ മതി. അങ്ങനെ തജ്വീദിന്റെ പുസ്തകം എടുത്ത് നോക്കണം കേട്ടോ. ഷീന് നാവിന്റെ മധ്യത്തിൽ. ഇതെന്താണ്? എന്താണ് പറഞ്ഞേ? ചന്നുകൂടെ അടുപ്പിച്ച് പറ. അടുത്ത ആൾ പറഞ്ഞേ. അവിടെ നീട്ടാനുണ്ടോ മോനെ? നീട്ടാനുള്ള ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെ വല്ലതും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീട്ടണമായിരുന്നു. നീട്ടേണ്ട ഏതൊക്കെയാ? അലിഫ് യാ വാവ്. എപ്പോഴും ഓർത്തിടണം. അലിഫ് വയാ വാവ്. അപ്പൊ ഷദ്ദെന്നല്ലേ പറഞ്ഞേ? ഈ പാഠത്തിന്റെ പേരെന്തോ? കനപ്പിക്കൽ. എന്താണ്? അപ്പൊ അതിന്റെ പാട്ട് പഠിച്ചു. എന്താ പഠിച്ചത്? ഹർഫിന് മീതെ ഷദ്ദുണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ പറയണം. ഇനി ഒരു ഇതിന്റെ ബാക്കി പാട്ട് കൂടെ പാടിത്തില്ല. ഇരിക്കും. ഈ ദാല് കണ്ടോ? ഈ ദാല് ചേർത്തെഴുതുമ്പോ എങ്ങനെ എഴുതും? കണ്ടോ? ഇങ്ങനെ മലർത്തിയിടും. കണ്ടല്ലോ? എന്താണ്? ഷദ്ദ്. ഷദ്ദ് പഠിക്കാൻ. ഇതെന്താണ്? ജദ്ദ. എന്താണ്? ജദ്ദ. എന്താണ്? പറഞ്ഞോ. ഷദ്ദ് പഠിക്കാൻ ജദ്ദയുമൊത്ത് ഇതെന്താണ്? പറഞ്ഞോ. ഇത് പഠിക്കാൻ ജദ്ദയുമൊത്ത് പഠിക്കാൻ. ജദ്ദയുമൊത്ത്. ജിദ്ദയിലെത്തി. സീറോ പോലല്ല, ജീമിന്റെ തലപോലെ. ജീമിന്റെ ഖുർആനിൽ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. എങ്ങനെ കാണും? ഇത് കണ്ടോ? ജീമ് കണ്ടോ? ഈ ജീമിന് പുള്ളിയിട്ട ജീമല്ലയോ? ഇത്രയേ കാണത്തുള്ളൂ. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കണം. സുക്കൂന് കണ്ടോ? ഇതിന്റെ ചെറുതായിരിക്കും. എവിടെ? നമ്മൾ സുക്കൂൻ ഇങ്ങനല്ലേ കണ്ടേക്കുന്നത്? ഇതല്ല സുക്കൂൻ. യഥാർത്ഥ സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടോ? ഇങ്ങനെ സാധനമായിരിക്കും. ഇങ്ങനെ ഇട്ടാൽ എന്തായി മാറും? ജീമായി മാറും. മനസ്സിലായി? നിങ്ങൾ ഇന്ന് ഖുർആനിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് കാണിക്കുന്നത്. ഖുർആനിൽ ഫതഹ് കുറവായിരിക്കും. നിങ്ങൾ ഫാത്തിഹ എടുത്ത് നോക്കണം. ഇതേപോലെ വേണ്ടേ? ഫാത്തിഹയിലെ സ്വാദിന്റെ തല എന്താണ്? സ്വാദ്. കുട്ടി സ്വാദ് ഉണ്ടാവും. എന്തുവാ ഈ അക്ഷരത്തിന്? എന്തുവാ? സ്വാദ്. ഈ സ്വാദിന്റെ ചെറിയൊരു സ്വാദ് കാണും അലിഫിന് മേളിൽ. നിങ്ങൾ അൽഹംദുലില്ലാ എടുത്ത് നോക്കണം. അൽഹംദുലില്ലായുടെ മേളിൽ ഫതഹ് കാണുമോ? ഇല്ല. എന്താ കാണുന്നത്? ഇതേപോലുള്ള. അപ്പൊ എത്ര അലിഫ് ഉണ്ടെന്ന് നാളെ എണ്ണിക്കൊണ്ട് വേണം ഫാത്തിഹയില്. പിന്നോ എത്ര ശബ്ദ ഉണ്ടെന്ന് എണ്ണിക്കൊണ്ട് വരണം. ഫാത്തിഹയില് എന്തൊക്കെയാ ജോലി? അലിഫും. ഇത് രണ്ടും നോക്കിയാൽ നിങ്ങൾ നാളെ ഫാത്തിഹയിൽ 7 ആയത്തുണ്ട്. 7 ആയത്തിൽ എത്ര അലിഫുണ്ടെന്ന് പറയണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫാത്തിഹയിൽ അലിഫൊക്കെ കാണിച്ചു തരും. അതേപോലെ ഷദ്ദും കാണിച്ചു തരണം. ഷദ്ദ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലയോ? ഹർഫിന് മീതെ ഷദ്ദുണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ പറയണം. ഷദ്ദ് പഠിക്കാൻ ജദ്ദയുമൊത്ത് ജിദ്ദയിലെത്തി നജ്മുദ്ദീൻ. ഇനി ഞാൻ എഴുതാൻ പോലെ എന്താ അറിയോ? നജ്മുദ്ദീൻ എഴുതാൻ പോലെ. എന്താ? നോക്കിക്കോ. നോക്ക്. ഇതെന്താണ്?
നജ്മു. നജ്മു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അലിഫിലാമ് കാണും. അലിഫിലാമിനെ ഉച്ചരിക്കത്തില്ല, അതിന് പോലെ ദാലിന് ശബ്ദ വരും. നജ്മുദ്ദീ. നജ്മുദ്ദീന്ന് ഈ ആ എന്തിനായിട്ടത്? ആരെ നീട്ടാൻ? ദാലിനെ അല്ല, കെസറിനെ. എന്തിനാ? എന്തിനാ നീട്ടാനാ? കെസറിനെ നീട്ടാൻ. കെസർ പത്ത് കെസർ വം അല്ലേ? കെസർ എന്താണ്? കെസറിനെ നീട്ടാൻ എന്ത് വരും? കെസറിനെ നീട്ടാൻ എന്ത് വരും? യാ. കണ്ടോ? അതെന്താണ്? നജ്മുദ്ദീൻ. അപ്പോൾ കൂട്ടക്ഷരം എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? നജ്മുദ്ദീൻ ഒറ്റക്ഷരമുണ്ട്, കൂട്ടക്ഷരമുണ്ട്. കണ്ടോ? അപ്പൊ ഈ പാട്ടൊന്ന് പാടിയേ. നമ്മൾ പാടി പഠിച്ചതാ. ഹർഫിന് മീതെ ശബ്ദുണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ പറയണം. ശബ്ദ് പഠിക്കാൻ. എന്ത് പഠിക്കാനാ? ജദ്ദയുമൊത്ത് ജിദ്ദയിലെത്തി നജ്മുദ്ദീൻ. അപ്പൊ ഇതിനകത്തുള്ള അറബി പദങ്ങൾ ഏതൊക്കെയാ? ഷദ്ദ്, ജദ്ദ, ജിദ്ദ, നജ്മുദ്ദീൻ. അതാ നജ്മുദ്ദീനെ കറക്റ്റ് എഴുത്ത് ഇങ്ങനെ. നിങ്ങൾ അക്ഷരങ്ങളെ തിരിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒറ്റ അക്ഷരം കൂടെ എഴുതിയത്. അപ്പൊ ഇത് മനസ്സിലായില്ലയോ? ഇത് ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? ഷീനും ദാലും. ഇവിടെ ജീമ് ദാല്, വീണ്ടും ജീമ് ദാല്. നജ്മുദ്ദീനകത്ത് എത്ര അക്ഷരങ്ങളുണ്ട്? എത്ര അക്ഷരമുണ്ട്? 7 ഉള്ളോ? ഏതൊക്കെയാണ്? നൂന്, ജീമ്, മീമ്, അലിഫ്, ലാമ്, ദാല്, യാ, നൂന്. അപ്പൊ എത്ര അക്ഷരമുണ്ട്? 8 അക്ഷരങ്ങൾ. ഇതൊന്ന് എഴുതിക്കോ. നജ്മുദ്ദീൻ ഇനി അടുത്ത ക്ലാസ് വരുമ്പം ഒരു 10 പ്രാവശ്യം എഴുതണം കേട്ടാ. നജ്മുദ്ദീൻ എന്ത് ചെയ്യണം? രണ്ടും ഒറ്റക്ഷരം എഴുതണം. കണ്ടല്ലോ? ഇത് പഠിച്ചെങ്കിലേ മാലിക് യൗമിദ്ദീൻ ശരിയാവത്തുള്ളൂ. മാലിക് യൗമിദ്ദീൻ വരുന്നില്ലേ നമ്മള്? അത് ശരിയാവണം. എന്ത് പഠിക്കണം? ഈ പാട്ട് പഠിക്കണം. മനസ്സിലാ? ഹർഫിന് മീതെ ശബ്ദുണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ പറയണം. ശബ്ദ് പഠിക്കാൻ ജദ്ദയും ഒത്ത് ജിദ്ദയിലെത്തി നജ്മുദ്ദീൻ. പഠിച്ചില്ല? ശബ്ദ പഠിച്ചു, മദ്ദ പഠിച്ചു, ജറ പഠിച്ചു നജ്മുദ്ദീൻ, സർറ പഠിച്ചു, കറ. അങ്ങനെ വലിയ പാട്ടാ. പക്ഷെ നിങ്ങൾക്ക് ആകെ 2 വരി തന്നുള്ളൂ.